ക്രിസ്തുവിൽ സ്നേഹം നിറഞ്ഞവരെ, വചനയാത്രയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഒന്നാം വായനയും സുവിശേഷവും പ്രതിവചന സങ്കീർത്തനവുമെല്ലാം ജീവിതത്തിൽ പുതിയൊരു പ്രത്യാശ നൽകുന്ന വചനഭാഗങ്ങളാണ്. സുവിശേഷത്തിൽ യജമാനൻ ഇങ്ങനെ ഒരു അന്വേഷണത്തിലാണ്. തൻ്റെ തോട്ടത്തിലേക്ക് ജോലിക്കാരെ അവൻ വിളിച്ചുകൊണ്ടേയിരിക്കുന്നു. നിങ്ങളും എൻ്റെ തോട്ടത്തിലേക്ക് വരിക. നിങ്ങളിവിടെ ദിവസം മുഴുവനും വെറുതെ നിൽക്കുന്നത് എന്തുകൊണ്ട്? ആരും നിങ്ങളെ ജോലിക്ക് വിളിച്ചില്ലേ? ഇങ്ങനെ ഓരോ ചോദ്യങ്ങളാണ് യജമാനൻ ഓരോ മണിക്കൂറിലും പുറത്തേക്ക് ഇറങ്ങുമ്പോൾ വെറുതെ നിൽക്കുന്നവരോട് ചോദിക്കുക. എൻ്റെ തോട്ടത്തിലേക്ക് വരിക. യജമാനനായ ദൈവത്തോട് ചേർന്ന് നിൽക്കുക. നിന്റെ ജീവിതമാകുന്ന സമയം നീ നഷ്ടപ്പെടുത്തി കളയരുത് എന്നതാണ്. യജമാനനെ എന്നെ ആരും വിളിച്ചില്ല എന്ന് ആ യജമാനന്റെ മുഖത്ത് നോക്കി തൊഴിലാളികൾ പറയുമ്പോൾ നീയും എൻ്റെ തോട്ടത്തിലേക്ക് വരിക. ഇതാണ് ക്ഷണം. നിരന്തരം ക്ഷണിച്ചുകൊണ്ട്, നിരന്തരം അന്വേഷിച്ചുകൊണ്ട് യജമാനൻ അവൻ്റെ തോട്ടത്തിലേക്ക് എല്ലാവരെയും വിളിച്ചുകൊണ്ടിരിക്കുന്നു. ഇവിടെ ഒരു ആർദ്രതയാർന്ന മനസ്സാണ് കാണുക. എല്ലാവർക്കും ഒരുപോലെ കൂലി കൊടുക്കുന്നു. ആരോടും യാതൊരു ഭാവവ്യത്യാസവുമില്ലാതെ. യജമാനൻ അറിയാം തൊഴിലാളികളുടെയും കുടുംബത്തെ അവൻ പുലർത്തേണ്ടതുണ്ട്. അതുകൊണ്ട് യാതൊരു വ്യത്യാസവും വരുത്തുന്നില്ല. എല്ലാവരുടെയും അധ്വാനത്തെ മാനിക്കുന്നുണ്ട്. ഒരു നല്ല ഇടയന്റെ ചിത്രം. ഇന്നത്തെ പ്രതിവചന സങ്കീർത്തനം കർത്താവാണ് എൻ്റെ ഇടയൻ എന്ന് പറഞ്ഞു വയ്ക്കുന്നു. എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. കർത്താവ് എന്നെ വഴി നടത്തുന്നത് അവൻ്റെ വഴികളിലൂടെയാണ്. ഞാൻ ഇരുണ്ട താഴ്വരയിലൂടെ നടന്നാലും ഞാൻ ഭയപ്പെടുകയില്ല. കാരണം നീ എൻ്റെ കൂടെയുണ്ട്. കർത്താവ് കൂടെ ഉള്ളപ്പോൾ ഇരുണ്ട താഴ്വര എന്നിൽ നിന്നും അകന്നു പോകുമെന്നല്ല, ഇരുണ്ട താഴ്വരയിലാണ് ഞാൻ നടക്കുന്നതെങ്കിലും എൻ്റെ കൂടെ എൻ്റെ ദൈവം ഉണ്ടാകും. എൻ്റെ രോഗത്തിൻ്റെ താഴ്വര, ഒറ്റപ്പെടലിൻ്റെ താഴ്വര, നിരാശയുടെ താഴ്വര, കുടുംബ പ്രതിസന്ധികളുടെ താഴ്വര, പരാജയത്തിൻ്റെ താഴ്വര, അങ്ങനെ ഏത് വ്യത്യസ്തങ്ങളായ നിരാശയുടെ താഴ്വരകളായാലും എൻ്റെ കൂടെ എൻ്റെ കർത്താവുണ്ട്. ഇവിടെയാണ് നമ്മൾ തിരിച്ചറിയേണ്ടത് എൻ്റെ ദൈവത്തിന് എന്നെപ്പറ്റി എത്രമാത്രം കരുതലുണ്ടെന്ന്. ഈ കരുതലാണ് നമ്മളോട് അവൻ നിരന്തരം കാണിക്കുന്നതും. തൻ്റെ ഏകജാതനെ പോലും നൽകുവാൻ തക്കവിധം അവൻ ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു എന്നുള്ള ഓർമ്മപ്പെടുത്തൽ. ഇതാണ് ദൈവത്തിൻ്റെ മനസ്സ് നമ്മൾ അറിയേണ്ടതും. ഒരിക്കലും നമ്മൾ അതിന് ഒരു ചിന്ത നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരിക പോലുമില്ല. ഇന്നത്തെ ഒന്നാം വായന വ്യക്തമായി പറഞ്ഞു വെക്കുന്നത് ഇങ്ങനെയാണ്. എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, ഇതാ ഞാൻ തന്നെ എൻ്റെ ആടുകളെ അന്വേഷിച്ച് കണ്ടുപിടിക്കും. അവനേൽപ്പിച്ചവർ ആ ജോലി ചെയ്യാതിരുന്നപ്പോൾ ദൈവം തന്നെ ഇറങ്ങി വരികയാണ്. ദൈവമായ കർത്താവ് നമ്മെ എല്ലാവരെയും അവൻ്റെ മുന്തിരിത്തോട്ടത്തിലേക്ക് വിളിക്കുന്ന ഉടമയാണ്. അവൻ നമ്മളെല്ലാവരെയും അന്വേഷിച്ചിറങ്ങുന്ന ഇടയനാണ്. അവൻ നമ്മെ എല്ലാവരെയും വഴി നടത്തുന്ന സൃഷ്ടാവാണ്. ദൈവത്തിന് എന്നെ പറ്റിയൊരു പദ്ധതിയുണ്ട്. ആ പദ്ധതിയിൽ നിന്നും ഞാൻ എത്ര അകന്നു പോകുന്നുവോ അവൻ എന്നെ തിരക്കി അവനെ നെഞ്ചോട് ചേർത്ത് വയ്ക്കും. ആ ഉത്തരവാദിത്തത്തിലേക്ക് അവൻ എന്നെ നിരന്തരം ക്ഷണിച്ചുകൊണ്ടേയിരിക്കും. കർത്താവിൻ്റെ കൃപയിലേക്ക് നമുക്ക് നടന്നെടുക്കാം. അവൻ്റെ തോട്ടത്തിലേക്ക് എന്നെ നിരന്തരം ക്ഷണിക്കുമ്പോൾ ഇതാ ഞാൻ എന്ന് മറുപടി കൊടുത്തുകൊണ്ട് നമുക്ക് മുന്നേറാം. നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.